ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ഇൻഡി റിവറാണ്. ഇൻഡി റിവർ എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാവും. നല്ലൊരു ഫങ്കി ലുക്കിംഗ് അടിപൊളി സ്കൂട്ടറാണ്. ഇൻഡി റിവറിനെ SUV സ്കൂട്ടേഴ്സ് എന്നാണ് പറയണത്. അത് പറയാനുള്ളൊരു കാരണമുണ്ട്. ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനൊക്കെ അപേക്ഷിച്ച് വലിയ അലോയ് വീൽസ് ആണ്, 14 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് റൈഡിങ് കംഫർട്ടും കൂടും. ഇൻഡി റിവറിന് ഇതുപോലത്തെ രണ്ട് ഡ്യുവൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഡിം വരുന്നത്, ബ്രൈറ്റ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ പാസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഒബ്വിയസ്ലി അലോയ് വീലിൻ്റെ സൈസ് കൂടിയപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇൻഡി റിവറിനെ SUV എന്ന് വിളിക്കാനൊരു കാര്യമുണ്ട്, അതിൻ്റെ സ്പേസ് തന്നെയാണ്. ടോട്ടൽ 55 ലിറ്റേഴ്സ് ഓഫ് സ്റ്റോറേജ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് ഫ്രണ്ടിലത്തെ കാണാം, 12 ലിറ്ററാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫോൺ വേണമെങ്കിൽ വയ്ക്കാം, വേറെ സാധനങ്ങൾ വയ്ക്കാം. അഡീഷണൽ ഒരു ചാർജിങ് പോർട്ട് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബൂട്ട് സ്പേസ് 43 ലിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 2 ഹെൽമെറ്റ്, ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇത് കൊള്ളാം. അപ്പോൾ ഹെൽമെറ്റ് ഇനി കൊണ്ട് നടക്കണ പേടി ആൾക്കാർക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് വെച്ചിട്ട് പോവാം. Gen 2ഉം Gen 3 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ വലുതായി, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഹിൽ ഹോൾഡ് അസിസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ C ടൈപ്പ് വരുന്നത്, പണ്ട് USB-A ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ള Gen 3 ആയതുകൊണ്ട് അടുത്തൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ടയർ സൈസ് കുറച്ച് അപ്പ് സൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവറിൽ വരുന്നത് ഈ 2 ഫുട്ട് പെഗ്സ് ആണ്, കണ്ടോ? അത് സാധാ നോർമൽ വണ്ടികൾക്ക് ഇല്ല, നമുക്കിവിടെ ഇങ്ങനെ കാല് വയ്ക്കണം. ബട്ട് ഇതിന് ഇങ്ങനെ കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഒരു കംഫർട്ട് കൂടും. അങ്ങനെ കുറച്ച് കയറ്റി വെച്ച് ക്രാഷ് ഗാർഡ് വയ്ക്കും വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാല് ഇഷ്ടമുള്ള പോലെ വെച്ച് ഈ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ ഇതിൽ വരുന്നത്. ഈ ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി വീണാലും അധികമൊന്നും പറ്റില്ല വണ്ടിമേക്ക്. ഞാനിപ്പോൾ ഒരു കയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് വണ്ടി നിർത്തണമെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചു. ഈ 2 ബ്രേക്കും അല്ലെങ്കിൽ ഒറ്റ ബ്രേക്കായാലും കുഴപ്പമില്ല, പിടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഓണായി. ചില കാറുകളിൽ പോലും ഇല്ലാത്ത ഫീച്ചറാണ് ഇപ്പോൾ ഹിൽ ഹോൾഡ് ഇൻഡി റിവറിൽ വരുന്നത്. ഓക്കെ, ഞാൻ ബ്രേക്ക് തൊട്ടിട്ടില്ല, പക്ഷെ ഒരു കയറ്റാണ്, നിങ്ങൾക്ക് കാണാം. വണ്ടി തൊടാണ്ട് തന്നെ അവിടെ നിൽക്കണുണ്ടോ? അപ്പോൾ ഇതാണ് പാർക്കിംഗ് അസിസ്റ്റിൻ്റെ സ്വിച്ച് വരുന്നത്. ഇത് നമ്മൾ 3 സെക്കൻഡ്സ് ഞെക്കി പിടിച്ചാൽ പാർക്കിംഗ് അസിസ്റ്റ് ഓൺ ആവും. ഇതേ ഇപ്പോൾ പാർക്കിംഗ് അസിസ്റ്റ് ഓൺ ആയെന്നാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അസിസ്റ്റ് ഓൺ ആയപ്പോൾ ഞാൻ ഒരു എഫേർട്ടിലാണ്ടാണ് ബാക്കിലേക്ക് എടുക്കണം, കണ്ടോ? കയറ്റെത്തും അതും.